എല്ലാവർക്കും നല്ലത് വരട്ടെ. കൃഷ്ണ 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 കൃഷ്ണ. ഇന്ന് പറയാൻ പോകുന്ന കഥ ഇട്ടയുടേതാണ്. ഇട്ട ഗുരുവായൂർ അമ്പലത്തിൽ സ്ഥിരം താമസക്കാരനായിരുന്നു. അവിടെ തൊട്ടടുത്തൊരു ചെറിയ കുടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അങ്ങനെ പഷ്ണിയും പാടും കുറേ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉത്സവം വന്നപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥന, എൻ്റെ മക്കൾക്ക് ഭക്ഷണം തരണേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്തായാലും കരിക്ക് കയറിയിട്ടൊരു തെങ്ങുണ്ട് കേട്ടോ ആ വീടിൻ്റെ മുന്നിൽ. അപ്പോൾ വീടിൻ്റെ മുന്നിൽ നിന്ന് തെങ്ങിന്ന് നാളികേരം ഇട്ടതിന് ശേഷം നമുക്ക് കുട്ടികൾക്കൊക്കെ വിശപ്പ് മാറ്റാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അദ്ദേഹം തെങ്ങിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ഭഗവാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്, എൻ്റെ കുട്ടികൾക്ക് വിശപ്പാണ്, ഭാര്യയും വിശന്നിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന് നേരിക്കാൻ വെച്ച എല്ലാ ഭക്ഷണങ്ങളും കൊട്ടയിലാക്കി ഭഗവാൻ മനുഷ്യനായി തലയിൽ ഏറ്റിക്കൊണ്ട് വീട്ടുകാരെ വീടിന് മുന്നിലെത്തി. പിന്നെ ഭാര്യേനെ വിളിച്ചു. ഇപ്പം തെങ്ങുമ്പിലാട്ടാ നിൽക്കുന്നത്. അപ്പം ഭാര്യേനെ വിളിച്ചത് പുറത്തപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എനിക്കൊന്നും തരാൻ നിങ്ങളുടെ ഇല്ലയോ എന്നപ്പോൾ സാരം ചെയ്യാൻ പറഞ്ഞിട്ട് കിട്ടാനെ നോക്കി ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, നാളെ ആറാട്ടാണ്, ആറാട്ടിൻ്റെ അന്ന് ഇവിടുത്തെ കരിക്കൊണ്ട് വേണം ആറാട്ടിന് ഉപയോഗിക്കാൻ, ഭഗവാനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞപ്പോൾ കിട്ടയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ കരിക്കെന്ന് പറയുന്നത് കേട്ടു, മറ്റേത് പറയുന്നത് കേട്ടു, എന്തിട്ടാ വേണ്ടതെന്ന് ആൾക്കാർക്കൊരു പിടിയില്ല. അങ്ങനെ വൈകുന്നേരം കിടന്നപ്പോൾ ഇങ്ങൾക്ക് സ്വപ്നം കാണിക്കുകയാണ്. കിട്ടോട് വേഗം കരിക്ക് കൊണ്ടുപോയോ പുലർച്ചയ്ക്ക് ഭഗവാന് കുളത്തിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നാൽ മതി. കുളത്തിൻ്റെ അവിടെ കൊണ്ടതിന് ശേഷം നമുക്ക് ഭഗവാന് അഭിഷേകം ചെയ്യാനായിട്ടാണ്. നേരം വെളുക്കുമ്പോഴേക്കും തെങ്ങമ്മ കയറി ഭഗവാനുള്ളത് കൊണ്ടുകൊടുത്തു, അഭിഷേകം ചെയ്തു. അങ്ങനെ കിട്ടാൻ നല്ല സമൃദ്ധിയായി. ഇപ്പോഴും കിട്ടിയ ആൾക്കാർ ആറാട്ടിൻ്റെ അന്ന് അവർ കൊണ്ടുവരുന്നത് കരിക്ക്. ഞാൻ ഫോട്ടോകളൊക്കെ കണ്ടുവന്നാണ് അവരാൾക്കാർ വരുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത കിട്ടയും കുടുംബവും എപ്പോഴും ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.